വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഇതേ സ്പോട്ടിൽ നിന്നുകൊണ്ട് ഒരു 2 ദിവസം മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആഴ്സണലിൻ്റെ ഡിഫൻസ് അടിപൊളിയാണ്. ആഴ്സണൽ കഴിഞ്ഞ 12 ഗെയിമായിട്ട് അൺബീറ്റനാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 7 വർഷമായിട്ട് എമിറേറ്റ്സിൽ പോയി ജയിച്ചിട്ടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ബോസോ ടീമാണ്. ഈ ക്ലബ് അല്ലാതെ, ഈ ടീമല്ലാതെ വേറൊരു ടൈപ്പ് ടീമിനും ഇജാദ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേഡിയത്തിൽ പോയിട്ടോ ഒരു ടീമിനെതിരെ ജയിക്കാൻ പറ്റില്ല. അന്ന് കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോൻ്റെ അണ്ടറിൽ കുറച്ച് കമൻറ്റ്സ് ഇട്ടിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കാം. അതായത്, വെൽക്കം ടു ഹെൽ, നീ വാ മോനെ, നിനക്ക് കാണിച്ചു തരാം. ഇൻ്റർ മിലാൻ, അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡിന് കഴിയാത്തതാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചെയ്യാൻ പറ്റുന്നത്? ഗൈസ്, വി ആർ റെഡ് ഡെവിൾസ്. അതായത്, ചെകുത്താന്മാരെ വെൽക്കം ടു ഹെൽ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചണ്ണാക്കിൽ കിട്ടുമെന്നുള്ളതാണ് ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. സോ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, ഈ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ഇപ്പോൾ പറയേണ്ടത് എന്തെന്നറിയോ? വി ടോൾഡ് യു സോ. അതായത്, നിങ്ങൾ ഗണ്ണേഴ്സ് ആവാം, നിങ്ങളെന്ത് മാങ്ങാത്തോലിയും ആവാം, പക്ഷേ ബ്ലാക്ക് ജേഴ്സി ഇട്ടുകൊണ്ട് ലാസ്റ്റ് ടൈം എമിറേറ്റ്സിൽ കളിക്കാൻ വന്നപ്പോൾ അവിടെ ലിംഗാർഡിൻ്റെ ഡാൻസ് കളിച്ച് പോയതിന് ശേഷം ഇന്നലെ നമ്മൾ കണ്ടത് കുനിയയുടെ ഡാൻസ് ആയിരുന്നു. സോ ദിസ് ഈസ് ഫുട്ബോൾ ഹെറിറ്റേജ്. ഹറാംബോൾ കളിച്ചുകൊണ്ട് ജയിക്കണം എന്ന്, എല്ലാ കളിയും ജയിക്കാമെന്നുള്ള വ്യാമോഹം ഇന്നലത്തോടുകൂടി കുറേ ആർസണൽ ഫാൻസ് നിന്ന് കാണും. ദിസ് ഈസ് ഹറാംബോൾ വേഴ്സസ് ഫുട്ബോൾ ഹെറിറ്റേജ്. നമ്മൾ ഈ ജയം കൊണ്ട് വലിയ ആൾക്കാരായെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ജയം കൊണ്ട് ഭയങ്കരമായിട്ട് പ്രീമിയർ ലീഗ് എടുക്കാൻ പോകാണെന്നൊന്നും പറയുന്നില്ല. കാരണം ഉറപ്പാണ് ഈ കമൻസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻസ് ആയിട്ട് വരും, നിങ്ങൾ പ്രീമിയർ ലീഗ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്ത് കപ്പാണ് ഈ സീസണിലുള്ളത്, ഒരു തേങ്ങയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ ആർസണൽ ഫാൻസ് വരും. ശരിയാണ്. പക്ഷേ നമ്മൾ ഈ പ്രീമിയർ ലീഗ് എടുക്കുമെന്നോ കപ്പ് അടിക്കുമെന്നോ ആരും വിചാരിച്ചിട്ടില്ല. വി ആർ ഗോയിങ് ത്രൂ എ കയോട്ടിക് സിറ്റുവേഷൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോബ്ലംസ്. പക്ഷേ ഹറാംബോൾ മിക്കേൽ ആർട്ടറ്റ ഈസ് നൺ ഓഫ് അവർ പ്രോബ്ലം. ദാറ്റ്സ് ഇറ്റ്. അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 ആഴ്സണൽ 2. ഗോള് വന്ന വഴി, അതായത് ഹറാംബോൾ കളിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹറാംബോൾ കണ്ട ആൾക്കാർക്കൊന്നും ഇജാതി ഗോൾ എമിറേറ്റ്സിൽ കണ്ട് പരിചയം കാണില്ല. പാട്രിക് ഡോർഗു, എ വേൾഡ് ക്ലാസ് ഇൻസെയിൻ ഗോൾ. അതൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾ പീറ്റർ ടൂറയുടെ കമൻറ്റ് നിങ്ങൾ കാണണം. ബ്രൂണോ ഡോർഗു, ബ്രൂണോ ഡോർഗു, ബ്രൂണോ ഡോർഗു, ഡോർഗു അഗൈൻ, ഡോർഗു, ആൻ ഇൻസെയിൻ ഗോൾ. ആർസണൽ ഫാൻസ്, നിങ്ങൾ ആദ്യം ഞെട്ടി, അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സെറ്റ് പീസ് ഡെലിവറിന്ന് ഗോൾ അടിച്ചു. സ്വാഭാവികം, അതുമാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു കിടിലൻ ഗോൾ കണ്ടു. മത്തേസ് കുനിയ എന്നത് ബ്രസീലിയൻ മാവറിക്കിൻ്റെ ആബ്സല്യൂട്ട് ഇൻസെയിൻ ഫിനിഷ് ഔട്ട്സൈഡ് ബോക്സ്. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, വി ആർ റെഡ് ഡെവിൾസ്. അതുകൊണ്ട് ചെകുത്താന്മാരെ വെൽക്കം ടു ഹെൽ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ ഇജാതി പണി കിട്ടുന്നുള്ളത് ആദ്യം ആലോചിക്കണം. നിങ്ങൾ എന്ത് ടീമായിക്കോട്ടെ, ഏത് ടീമായിക്കോട്ടെ, ഞങ്ങൾക്കത് ഞങ്ങളുടെ ദിവസമാണെങ്കിൽ ഞങ്ങൾ കയറി പണിഞ്ഞിരിക്കും, പൊളിച്ചടുക്കിയിരിക്കും. So, take the loss. We won at Emirates after 7 years. Mikel Arteta, get out. This is Michael Carrick time. Michael Carrick. Michael Arteta അല്ല, Michael Carrick. So, Michael Arteta, എനിക്കൊന്നും പറയാനില്ല. ഹറാംബോൾ കളിച്ച് നിങ്ങൾക്ക് എന്ത് തേങ്ങയും ചെയ്യാം, ഐ ഡോണ്ട് കെയർ. പക്ഷേ മൈക്കിൾ കാരിക് ഡിസേർവ്സ് എ ഹ്യൂജ് പ്രൈസ്. ഞാൻ പറയുന്ന മൈക്കിൾ കാരിക്കിന് ഫുൾ ടൈം ജോബ് കൊടുക്കണം എന്നല്ല, പക്ഷേ ഹീ ഷുഡ് ബി എ കാൻഡിഡേറ്റ്. അത് ചില ക്രൈറ്റീരിയാസിലുണ്ട്. നമ്മൾ ഈ സീസൺ എവിടെ എൻഡ് ചെയ്യുന്നു, എത്ര കളികൾ നമ്മൾ ജയിക്കുന്നു, എങ്ങനെ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു, ഇത് നമ്മൾ ലോ ബ്ലോക്കിനെതിരെയും ഇങ്ങനത്തെ പെർഫോമൻസ് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മൈക്കിൾ കാരിക്കിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട്, ഐ അപ്രിഷിയേറ്റ് ദം. പക്ഷേ ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ. ഇത് ജസ്റ്റ് ഒരു വൈബ് മാച്ചായിരുന്നു. കഴിഞ്ഞ 2 മാച്ചും ഒരു വൈബ് മാച്ചായിരുന്നു. ജയിക്കേണ്ട കളിയായിരുന്നു, ജയിച്ചു, നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് ലെറ്റ്സ് നോട്ട് ഗെറ്റ് ക്യാരിഡ് അവേ. കാരണം ഈ സീസൺ എങ്ങനെ പോകുന്നു, നമ്മൾ എവിടെ ഫിനിഷ് ചെയ്യുന്നു, നമ്മുടെ ഫുട്ബോൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഏത് ലെവലിലായിരിക്കും നമ്മൾ ഫുട്ബോൾ കളിക്കുക,
നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഇമ്പ്രൂവ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ബൈക്കിൽ കയറിക്കിനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായിരിക്കണം അഭിപ്രായം. അതങ്ങനെ വരാൻ പാടുള്ളൂ. നമ്മൾ ഈ മിസ്റ്റേക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതാണ് ഒലെ ഗുണർ സോൾഷ്യർ അണ്ടറിൽ. ലെറ്റ്സ് നോട്ട് ഡു ദ സെയിം മിസ്റ്റേക്സ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് എടുത്ത് പറയാനുള്ള പേരുകളുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ആണോ മാർട്ടിൻ ഓഡിഗാർഡ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു മാർട്ടിൻ ഓഡിഗാർഡ് എന്നുള്ളത്. ഐ ഡിഡ്ന്റ് സീ മാർട്ടിൻ ഓഡിഗാർഡ്. എവിടെയായിരുന്നു മാർട്ടിൻ ഓഡിഗാർഡ്? ലിസാൻഡ്രോ മാർട്ടിനസ് എഗെയിൻ ബ്രില്യൻ പെർഫോമൻസ്. വില്യം സാലിബ, ഗബ്രിയൽ, അങ്ങനത്തെ ഡിഫൻസ് നേരെ അടങ്ങുന്ന നിങ്ങളുടെ ഡിഫൻസ് 3 ഗോളാണ് കാണിച്ചെടുത്തുള്ളത്. 3 ഗോൾ, അതിൽ 2 വേൾഡ് ക്ലാസ് ഗോൾ. മാർട്ടിൻ സുബിഡു എന്ത് തേങ്ങയാണ് കാണിച്ചിരുന്നത്. ഡെക്ലൻ റൈസ്, ഞാൻ പറയുന്ന പേര് ഐ റിയലി ലവ് ഡെക്ലൻ റൈസ്. പക്ഷേ ഇന്നലെ മത്തേസ് കുനിയ അടിച്ച ഗോളിൻ്റെ അസിസ്റ്റ് കൊടുത്തത് കോബി മേനുവിനാണ്. കോബി മേനു ഡെക്ലൻ റൈസിനെ നഡ്മഗ് ചെയ്തുകൊണ്ടാണ് അസിസ്റ്റ് കൊടുത്തുള്ളത്. ബ്രോ, ദിസ് ഈസ് ഫുട്ബോൾ ഹെറിറ്റേജ്. ദിസ് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് DNA. ഇതായിരിക്കണം കളികൾ, ഇതായിരിക്കണം DNA. അത് മറന്നുപോയ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഫാൻസിലും റൈവൽ ഫാൻസും. അവർക്ക് ഇതൊരു താക്കീതാണ്. അവർക്ക് ഇത് ഇനിയും കണ്ട് വളരാൻ ആഗ്രഹമില്ലാത്ത സിറ്റുവേഷനാണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇത് ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസാണ്. സോ ഞാൻ പറഞ്ഞ ഗ്ലോറി ഡേയ്സ് ബാക്ക് ഒന്നുമല്ല, പക്ഷേ ദിസ് വിൻ absolutely cooked Arsenal cooked, completely destroyed. ഫസ്റ്റ് ഹാഫിൽ 15 മിനിറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 20 മിനിറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേ ദ ബെറ്റർ ഫുട്ബോൾ. കോർണറിൽ നിന്ന് ബോൾ ഇട്ടുകൊണ്ട് ഗോളിയുടെ കണ്ണടച്ച് പിടിച്ച് ബാക്കിയുള്ളവരുടെ അവിടെ ഇവിടെയും പിടിച്ച് ഗോളടിക്കുന്ന അല്ല ഫുട്ബോൾ. ഇതാണ് ഫുട്ബോൾ. ഇങ്ങനെ ഗോൾ അടിക്കുന്നതാണ് ഫുട്ബോൾ. ഇങ്ങനെ ഗോൾ അടിച്ചാലേ ഫുട്ബോൾ ആവും. അല്ലാതെ ഹറാം ബോൾ കളിച്ചുകൊണ്ട് 12 പേരെ 11 പേരെ ബോക്സിനുള്ളിൽ കുത്തി നിറച്ചുകൊണ്ട് അവിടെയും ഇവിടെയും വായടപ്പിച്ചും ഗോളിനെ കണ്ണടപ്പിച്ചും അടിക്കുന്നതല്ല ഗോൾസ്. സോ നോ ഒഫെൻസ് ടു എനി ആർസണൽ ഫാൻസ്. ഡെലൂഷൻ അല്ലാത്ത ആർസണൽ ഫാൻസ്, ടേക്ക് ദ ലോസ്, മൂവ് ഓൺ. ഡെലൂഷനായ ആർസണൽ ഫാൻസ്, ദിസ് ഈസ് ഫോർ യു. യു ഗൈസ് ആർ കുക്ക്ഡ്, ആബ്സല്യൂട്ട്ലി കുക്ക്ഡ്. ചെകുത്താന്മാരെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ അത് ആരെയാണ് വെല്ലുവിളിക്കുന്നതെന്നും ഏത് രീതിക്ക് വെല്ലുവിളിക്കണമെന്നും ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ആലോചിക്കണം. സോ ബ്ലാക്ക് ഡ്രസ്സിൽ, ബ്ലാക്ക് ജേഴ്സിയിൽ വീണ്ടും നമ്മൾ എമിറേറ്റ്സിൽ പോയിട്ട് വി റോക്ക്ഡ് എമിറേറ്റ്സ് തകർന്നാണ് വീണ്ടിരിക്കുന്നില്ല. ഇനി ഒന്നും പറയാനില്ല. ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹൗ ഡെലൂഷണൽ, ഹൗ സാഡ് ആർസണൽ ഫാൻസ് ആർ. ആൻഡ് ഐ റിയലി ലവ് ദിസ് മൊമെൻറ്റ്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത മൊമെൻ്റ് ആയിരുന്നു. ഇത്രയും പീക്കിൽ നിൽക്കുന്നൊരു ടീമിനെ ഇത്രയും കയോസ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വി ആർ ദ ഓൺലി റെഡ് ഡെവിൾസ്. വി ആർ ദ ഓൺലി ചെകുത്താന്മാർ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇൻ ദ വേൾഡ്. The biggest club in England won yesterday. Manchester United 3, Arsenal 2. That's my match reaction. Tactics or മാങ്ങാതിലൊന്നും പറയുന്നില്ല. This win is about grit, passion, determination and United DNA. Glory, glory, Man United. Ta-da! കഴിഞ്ഞു.